ഹായ് ഫ്രണ്ട്സ്, ഞാൻ ബിബിൻ. ദ ലേഡി വിത്ത് ലാപ്പിലേക്ക് എല്ലാവർക്കും എൻ്റെ സ്വാഗതം. ഓസ്കി എക്സാം ബുക്ക് ചെയ്തവരാണോ നിങ്ങൾ എങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഒത്തിരി പ്രയോജനം നിങ്ങൾക്ക് ചെയ്യും. ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എനിക്കുണ്ടായ കുറച്ച് എക്സ്പീരിയൻസ്, അതുപോലെ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ എക്സാമിന് മുമ്പ് കരുതിയിരിക്കേണ്ടത്, എന്തെല്ലാം ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മൾ മസ്റ്റായിട്ടും കൊണ്ടുപോയിരിക്കേണ്ടത്, എങ്ങനെയാണ് ഡ്രസ്സപ്പ് ചെയ്യേണ്ടത്. ഫസ്റ്റ് തന്നെ ഞാൻ ഡോക്യുമെൻറ്റ്സിനെ പറ്റി പറയാം. പാസ്പോർട്ട് മസ്റ്റായിട്ട് കൊണ്ടുപോകണം, ഒരു കാരണവശാലും നിങ്ങൾ മറക്കരുത്. അതുപോലെ തന്നെ NMCയിലെ എന്തെല്ലാം സർട്ടിഫിക്കറ്റുകളാണോ നിങ്ങൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ എല്ലാ ഒറിജിനലും കൊണ്ടുപോവുക. എക്സാം ബുക്ക് ചെയ്ത് കഴിയുമ്പോൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമുക്കൊരു മെയിൽ വഴി ഒരു PDF കിട്ടുന്നതായിരിക്കും, ചെക്ക് ലിസ്റ്റ്. ആ ചെക്ക് ലിസ്റ്റ് പ്രിൻ്റ് ഔട്ട് എടുത്ത് നമ്മളുടെ സർട്ടിഫിക്കറ്റുകൾ എല്ലാം അതിൽ ടിക്ക് ചെയ്ത് ഒരു കവറിലിട്ട് നമ്മൾ അവരെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. എക്സാമിന് ശേഷം ID ചെക്ക് കഴിഞ്ഞിട്ട് നമ്മൾക്കതെല്ലാം അവർ തിരിച്ചു തരും. പിന്നീട് നമ്മൾ ഡ്രസ്സിങ്ങിനെ പറ്റി പറയാം. സ്ക്രബ് സ്യൂട്ടാണ് യൂഷ്വലി എല്ലാവരും ഉപയോഗിക്കുന്നത്. അതല്ല, നമ്മളിപ്പോൾ ഒരു കെയർ ഹോമിൽ വർക്ക് ചെയ്തിട്ട് ഓസ്കി അറ്റൻഡ് ചെയ്യാൻ പോവുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആ യൂണിഫോം പോകുന്നതിന് ഒരു കുഴപ്പമില്ല. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, യൂണിഫോമിനകത്ത് എംബ്ലമോ ഓർഗനൈസേഷൻ്റെ പേരോ ഉണ്ടാവരുത്. അതുപോലെ തന്നെ ലേഡീസ് ആണെങ്കിൽ മുടി ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് പോകാൻ ശ്രദ്ധിക്കുക. ഓർണമെൻറ്റ്സ് മാക്സിമം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ചെറിയൊരു സ്റ്റഡ് ഓക്കെ ആയിരിക്കും. ഷൂസ് ബ്ലാക്ക് അലൗഡഡ് ആണ്. അതുപോലെ പാൻറ്റ് ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക് ഓക്കെയാണ്. പിന്നെ നമ്മൾ ഫുഡ് കൊണ്ടുപോകുന്നതിന് കുഴപ്പമില്ല, എക്സാമിന് കയറി കഴിഞ്ഞാൽ നമുക്കിതൊന്നും കഴിക്കാൻ പറ്റുന്നതല്ല. മാക്സിമം നല്ല രീതിയിൽ നല്ല ഹെൽത്തി ഡ്രിങ്ക് അല്ലെങ്കിൽ എനർജി ഡ്രിങ്ക് അങ്ങനെ എന്തെങ്കിലും കുടിച്ചിട്ട് പോകുന്നത് നന്നായിരിക്കും. അവിടെ വെള്ളം, ബിസ്ക്കറ്റ്, ജ്യൂസ് ഇതെല്ലാം അവൈലബിൾ ആണ്. ഇനി അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടായ അനുഭവത്തെ പറ്റി ഞാൻ പറയാം. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു സ്റ്റാഫ് നമ്മളെ വെൽക്കം ചെയ്യാനുണ്ടാവും. ലോഞ്ചിൽ വെയിറ്റ് ചെയ്യാൻ പറയും. നിങ്ങളുടെ ID ചെക്കാണ്, പാസ്പോർട്ടും ഒറിജിനൽ സർട്ടിഫിക്കറ്റും ട്രാൻസ്പെറൻറ്റ് കവറിൽ ഇട്ട് തരാൻ നമ്മുടെ അടുത്ത് പറയും. ആ കൂടെ ചെക്ക് ലിസ്റ്റും വെക്കണം. അതിനുശേഷം അവർ നമ്മളെ ഒരു റൂമിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും. അവിടെ ചെന്നിട്ട് നമ്മൾക്ക് ഒരു കബോർഡ് തരും. ആ കബോർഡിൻ്റെ ഉള്ളിൽ നമ്മളുടെ എല്ലാ ബിലോങ്ങിങ്സും അതിൻ്റെ ഉള്ളിൽ സൂക്ഷിക്കണം. അതിൻ്റെ കീ മാത്രം നമ്മൾക്ക് എടുക്കാം. പെന്ന്, ഫോബ് വാച്ച് അതൊന്നും വേണ്ട, അതെല്ലാം അവരവിടെ നിന്ന് തരുന്നതായിരിക്കും. സ്പെക്സ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് കൊണ്ടുപോവുക. പിന്നീട് അവർ നമ്മളെ വേറൊരു ലോഞ്ചിലേക്കാണ് കൊണ്ടുപോകുന്നത്. അവിടെ ഒരു സ്റ്റാഫ് വന്നിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ എക്സാമിന് എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. ഇതെല്ലാം ശ്രദ്ധിച്ച് കേട്ടാൽ നന്നായിരിക്കും. പിന്നെ അവിടെ എല്ലാ എക്യുപ്മെൻറ്റും വെച്ചിട്ടുണ്ടാകും. BP അപ്പാരറ്റസ്, തെർമോമീറ്റർ, പൾസ് ഓക്സിമീറ്റർ, ഡ്രസ്സിങ് സെറ്റ്. എൻ്റെ ഒരു അഭിപ്രായം വെച്ചിട്ട് നിങ്ങൾ അതിലൊന്നും കൂടി ഒന്ന് പ്രാക്ടീസ് ചെയ്യണം, നല്ലതായിരിക്കും. അവിടെ ആരുടെയെങ്കിലും ഒരു ഹെൽപ്പ് ചോദിച്ചിട്ട് അവരുടെ കയ്യിലൊന്ന് BP എടുത്ത് നോക്കുക, ഒന്ന് പൾസ് നോക്കുക, സാച്ചുറേഷൻ നോക്കുക, തെർമോമീറ്റർ ഉപയോഗിച്ചൊന്ന് ടെമ്പറേച്ചർ നോക്കുക.
ഇതൊക്കെ നമുക്ക് ഒന്നും കൂടി അതുമായിട്ട് പരിചയപ്പെടാൻ ഒരു അവസരം കിട്ടുന്നതായിരിക്കും. ട്രസ്റ്റുകളിൽ ട്രെയിനിങ് കിട്ടുന്നവർക്ക് അതെല്ലാം പരിചയമായിരിക്കും. പക്ഷേ അല്ലാതെ ഉള്ളവർ അതുമായിട്ട് അത്രയ്ക്ക് പരിചയം ഉണ്ടാവണമെന്നില്ല. പോർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡിലാണ് ഇതെല്ലാം വെച്ചിരിക്കുന്നത്. പിന്നെ ഡ്രസ്സിങ് സെറ്റ്. ആ ഡ്രസ്സിങ് സെറ്റ് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. അതിൽ ഫസ്റ്റ് ഇരിക്കുന്ന ഏതാണ്? ഗ്ലൗസ് ആണോ, കവറാണോ, ഡ്രസ്സിങ് പാഡാണോ? ഇതെല്ലാം നമ്മൾക്കൊരു ഐഡിയ കിട്ടും. ഇത് സെയിം സാധനം തന്നെയാണ് നമ്മൾക്ക് ഒറിജിനൽ എക്സാമിനും അവർ നമുക്ക് തരുന്നത്. പിന്നെ ഒരു ഫോട്ടോ അവരെടുക്കുന്നതായിരിക്കും അവിടുന്ന്. അതിനുശേഷം നമ്മളെ ഓരോ ബേകളിലേക്കാണ് കൊണ്ടുപോകുന്നത്. ബേ 1, ബേ 2, ബേ 3, ബേ 4 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ എക്സാമിൻ്റെ സമയത്ത് എനിക്കൊരു ബേ തന്നു. ആ ബേയിൽ തന്നെയായിരുന്നു എൻ്റെ 10 സ്റ്റേഷൻസ്. നമ്മളൊരു പ്രൊസീജിയർ കഴിഞ്ഞിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകേണ്ടതില്ല. സെയിം റൂമിൽ തന്നെയാണ് എല്ലാ പ്രൊസീജിയറും ചെയ്തത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ എക്സാമിനേഴ്സ് വളരെ കൂളായിട്ടുള്ള ആളുകളാണ്. നല്ല ഫ്രണ്ട്ലിയാണ് അവർ. നമ്മളെ ഒന്ന് കംഫർട്ടബിൾ ആക്കിയതിന് ശേഷമേ അവർ എക്സാം തുടങ്ങുകയുള്ളൂ. നമ്മുടെ അടുത്ത് ചോദിക്കും, നിങ്ങൾ ഓക്കെ ആണോ, ഞങ്ങൾ എക്സാം തുടങ്ങിക്കോട്ടെ. അതിന് മുമ്പ് അവർ നമ്മളെ എല്ലാ സാധനങ്ങളും പരിചയപ്പെടുത്തി തരും. 360 ആംഗിളിൽ കറങ്ങുന്ന ഒരു ക്യാമറയുണ്ട്. ടൈമർ അതാണ്, എക്യുപ്മെൻ്റ് അതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എക്യുപ്മെൻ്റ് ഒന്ന് പരിചയപ്പെടാമെന്ന് പറയും. അത് നമ്മൾ വേസ്റ്റ് ആക്കരുത്. നമ്മൾ അവിടെ ചെന്നിട്ട് ആ എക്യുപ്മെൻ്റ് ഒന്നുകൂടെ ഒന്ന് നോക്കുക. എവിടേക്കാണ് സാധനങ്ങൾ ഇരിക്കുന്നത്, വേസ്റ്റ് പിൻ എവിടെയാണ്, അതുപോലെ ഗ്ലൗസ് എവിടെയാണ്, നമ്മളുടെ എപ്രോൺ എവിടെയാണ്, എങ്ങോട്ട് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ സക്ഷൻ അപ്പാരറ്റസ് നമുക്ക് കാണാൻ പറ്റും, ഓക്സിജൻ്റെ പോയിൻ്റ് എവിടെയാണ്, ഇതെല്ലാം നമ്മളൊന്ന് നോക്കി വയ്ക്കുക. അതിനുശേഷം നമ്മളൊന്ന് കംഫോർട്ടായിട്ട് അവരുടെ അടുത്ത് പറയാം, ഞാൻ റെഡിയാണ് എക്സാം തുടങ്ങുന്നതിന് മുമ്പ് എന്നവരുടെ അടുത്ത് പറയാം. അപ്പോൾ അവർ നമ്മൾ വീണ്ടും ചോദിക്കും, നിങ്ങൾക്ക് ടോയ്ലറ്റിൽ പോകണോ, വെള്ളം കുടിക്കണോ എന്നൊക്കെ ചോദിക്കും. നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. ഒരു 3-4 സ്റ്റേഷൻ വരെ എന്തായാലും നമ്മൾ ടെൻസ്ഡായിരിക്കും. നിങ്ങൾ മാക്സിമം ടെൻഷൻ ഒഴിവാക്കുക, റിലാക്സ് ചെയ്യുക, ഡീപ്പ് ബ്രീത്ത് എടുക്കുക. അതുപോലെ തന്നെ ഒരു സ്റ്റേഷനിൽ നമ്മൾക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയെന്നുണ്ടെങ്കിൽ നമ്മളത് മറന്നേക്കുക. നമ്മൾ അടുത്ത സ്റ്റേഷനിൽ അതിൻ്റെ ടെൻഷൻ കൊണ്ടുവരാൻ ഒരിക്കലും നോക്കരുത്. അപ്പം നമ്മൾ ആ സ്റ്റേഷനും ഫെയിലായി പോകും. ഫസ്റ്റ് സ്റ്റേഷനിൽ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ചിലപ്പോൾ നമ്മൾ പാസ്സായേക്കാം. അത് വലിയ മിസ്റ്റേക്കൊന്നും ആയിരിക്കില്ല, അത് പാസ്സായേക്കാം. അപ്പം നമ്മൾ അതിനെപ്പറ്റി ടെൻഷൻ അടിച്ചിട്ട് രണ്ടാമത്തെയും കൊളാക്കിയാലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പ്രയോജനം ചെയ്തുവെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് അസസ്മെൻറ്റ് സ്റ്റേഷനുകളെ പറ്റിയാണ്. അസസ്മെൻറ്റ് സ്റ്റേഷനിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്തത്. അതിൽ റെഡ് ഫ്ലാഗുകളുണ്ട്, 3-4 പോയിൻ്റേ ഉള്ളൂ ഓരോ സ്റ്റേഷനിലും. അതൊന്നും നമ്മൾ കെയർഫുള്ളായിട്ട് നമ്മൾ മൈൻഡിൽ വെക്കുകയാണെങ്കിൽ എനിക്ക് ഉറപ്പാണ് 100% ഓസ്കി വളരെ ഈസി ആയിട്ട് നമുക്ക് പാസ്സാവാൻ പറ്റും. അപ്പോൾ നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു, ബൈ.